അതെ, നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടിട്ട് കുറേ കാലമായെന്ന് തോന്നുന്നു അല്ലേ? കാരണം എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിലും വലിയ ഒരു സംഭവമുണ്ട്, എന്താണെന്നല്ലേ, എല്ലാവർക്കും ഉള്ള പോലെ ഭയങ്കര മടി. ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ വളരെ കുറയുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം ക്യാമറമാനും ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രസ്ഥാനം ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ വളരെ ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാണാതിരുന്നത്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എന്താണ് സ്പെഷ്യൽ? എല്ലാവരും കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് തൊട്ടിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് പണ്ട് കാലത്ത് എൻ്റെ മമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു രീതിയാണ് ഇടിച്ച് പൊടിച്ച് വറുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കുക്കിംഗ് മെത്തേഡില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് റിസംബിൾ ചെയ്യും കേട്ടോ. കാരണം ഇന്നും നമുക്ക് അതിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം അതൊക്കെ അന്നത്തെ ഒരു സമയത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രീമെയ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മേടിക്കുക, കുക്ക് ചെയ്യുക, ജസ്റ്റ് വാം ചെയ്യുക, അങ്ങനെയൊക്കെ റെഡിയായി വരുന്ന ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ അകത്ത് അത്രയധികം ക്വാണ്ടിറ്റിയുള്ള കെമിക്കൽസും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സും ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും അത് പ്രിസർവ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു മിനിമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുക്കിംഗ് മെത്തേഡാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാം ചിക്കൻ ആണ് കേട്ടോ. ഇന്ന് നമുക്കൊരു ഇറ്റാലിയൻ നൈറ്റാണ് ഒരു ഡിന്നർ ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കിച്ചൺ സെറ്റപ്പ്. ഇത് മുകളിലത്തെ കിച്ചണാണ് കേട്ടോ. എനിക്ക് താഴെ വേറൊരു ബേസ്മെൻറ്റ് കിച്ചണും കൂടെ ഉണ്ട്, 2 കിച്ചണുണ്ട്. അപ്പോൾ ഇന്ത്യൻ കുക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ ഞാൻ ബേസ്മെൻറ്റിലാണ് ചെയ്യുക. ഇത് എൻ്റെ ആക്ച്വൽ മുകളിലുള്ള കിച്ചണാണ് കേട്ടോ. ഇത് ഞാൻ ഉള്ളി ലൈക്ക് ബേക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ അധികം സ്മെല്ല് വരാത്ത ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു കിച്ചൺ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാം ചിക്കൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാസ്ത ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ചിക്കനും ഉണ്ടാക്കണം. ചിക്കൻ തോ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ, പക്ഷേ പാസ്തയാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും 00 വേണ്ടത് പൊടി, അത്ര ഫൈനായിട്ടുള്ള പൊടിയാട്ടോ വേണ്ടത്. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നുള്ളത്. അതൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി പരിചയം മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ എനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നതിന് വളരെയധികം നന്ദി. നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ബാർലിയും അതുപോലെ തന്നെ വീറ്റും ആണ് കേട്ടോ. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പം എനിക്കതിൻ്റെ മെഷർമെൻറ്റ് അറിയാം. ഒരു 100 ഗ്രാം പൊടിക്ക് 1 എഗ്ഗ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഗ്രെയിൻ ഇത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് പൊടിക്കാൻ പോവാം. ഒരു 1 കപ്പ് ബാർലിയും ആൻഡ് ദെൻ 1 കപ്പ് വീറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു കളറ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ബാർലിയും വീറ്റും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ബാർലി ഇച്ചിരി ലൈറ്റ് ഷെയ്ഡഡ് ആണ്, വീറ്റ് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വീറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് എൻ്റെ ന്യൂട്രി മിൽ. ഇത് വെച്ചിട്ടാണോ ഞാൻ പൊടിച്ചെടുക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് ഓൺ ചെയ്തിടണം. അതിനുശേഷം ഇത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും, ഇതിൻ്റെ ആ ഒരു ഫൈനായിട്ട് പൊടിയാനായിട്ട്. അത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യം ഈ പൊടി ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ടിടണം. ഓക്കെ, രണ്ടൊന്നായിട്ടിടാം.
time to pick up your child. Currently, traffic on your commute looks a bit slow. The fastest route takes about 18 minutes via Franklin Avenue and Southern State Parkway. പണിയായി ഇത് മുഴുവൻ ഇച്ചിരി പൊടിയിട്ട് തടഞ്ഞു നിർത്താം. ഇതിന് ഒരു ചപ്പാത്തിയുടെ പരുവത്തിനാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ഇടിച്ച് പരത്തി ഷേപ്പാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഇപ്പോൾ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അങ്ങനെ പവനായി ശവമായി. ആദ്യം തന്നെ പറയട്ടെ, പാസ്ത ഉണ്ടാക്കിയത് കുളമായിട്ടോ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഗ്രെയിൻ സെപ്പറേറ്റ് ചെയ്ത് പൊടിക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കത് മനസ്സിലായത് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ കൂടുതൽ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ബാർലിയും കുറച്ച് വീറ്റും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചു നോക്കി. പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും ഫൈനായിട്ടുള്ള ആ പൊടിയാനുള്ള ഇതെന്ന് പറയുന്നത് കുറേ ഡിഫറെൻ്റ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല. എനിവേ, ദ ഫേസ്റ്റ് ലെസൺ, അമ്മമാർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. നമ്മൾ പാസ്ത മേടിച്ചിരിപ്പുണ്ട്, നമുക്കിനി അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് കെമിക്കൽസ് കൂടുതൽ കഴിക്കാം ഇന്ന്. അങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവം ഫ്ലോപ്പ്. പക്ഷേ സാരില്ല, നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. നമ്മൾ എന്തായാലും ചിക്കൻ പാം ഉണ്ടാക്കിയിട്ടേ അടങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ബാക്കി പരിപാടി. പാസ്ത ഉണ്ടാക്കാനായിട്ട് വെരി സിമ്പിളാണ്. ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ചൂടാക്കുക. ഇനി നീ കൂടുതലൊന്നും പറയരുത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ? പക്ഷേ സോറി ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിലായിട്ട് കുറച്ച് ഒലിവ് ഓയിലും പിന്നെ നമ്മുടെ പാസ്തയും കൂടി ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യണേ. പിന്നെ ഈ കോഷ്യർ സോൾട്ടാണ് ഞാൻ എടുക്കുന്നത്. അയ്യോ, ഇപ്പം ഇതും കൂടി പോയേനെ. എന്തായാലും കുഴപ്പമില്ല, വെള്ളം ചൂടാവട്ടെ, നോക്കാം. പാസ്ത ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ശരിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഈ ചിക്കൻ കട്ടിംഗ് ബോർഡിലൊന്നും വെക്കാറില്ല, കാരണം നമ്മൾ സാൽമോനെല്ല അങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ചിക്കൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ വെരി കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. മാക്സിമം കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പർപ്പസ്. അപ്പം ഞാനിങ്ങനെ ഈ പേപ്പേഴ്സ് കട്ട് ചെയ്ത് വെക്കും, ബേക്കിംഗ് ഷീറ്റ്, അതിലേട്ടാണ് ചിക്കൻ നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെ അകത്തേട്ട് ഞാൻ കുറച്ച് പാം ചീസും അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറും ആഡ് ചെയ്തു. അതുപോലെ തന്നെ എഗ്ഗിലും ഞാൻ കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ചിക്കൻ നമ്മളിങ്ങനെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക കുറച്ച് നേരം. അതിനുശേഷം നമ്മുടെ ഈ പാമജാൻ ചീസും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും കൂടെ മിക്സ് ചെയ്തതിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഈ എണ്ണയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേനും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഈ ചിക്കൻ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ പറയാൻ വിട്ടുപോയി, എൻ്റെ ഈ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് സ്പൈസ് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് സ്പൈസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. Which one? The blue one. The blue one. ഈ ഇറ്റാലിയൻ കുസീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചൂടോടെ സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ നമുക്ക് പാസ്തയും ചിക്കനും നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാം. അതിനുശേഷം ഒരു സെർവ് ചെയ്യുന്നതിന് 20 to 30 minutes മുന്നേ ആയിട്ട് മാത്രം നമ്മുടെ പാസ്തയിലേക്ക് സോസ് ഒഴിച്ച് അതിന് മുകളിലായിട്ട് ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഈ ചിക്കന് മുകളിലായിട്ട് കുറച്ച് സോസും കൂടെ ഞാൻ പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്.
അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പാമജാൻ ചീസും അതുപോലെ തന്നെ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പാമജാൻ ചീസ് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം ഏറ്റവും മുകളിലാണ് ഇടുന്നതെന്ന്, കാരണം അതിനൊരു ക്രിസ്പിനെസ് കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് 400-ൽ വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പാം റെഡി ആവും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ഇത്തിരി പാം ചീസ്, അങ്ങനെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് ടാസ്ക്. ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അതിനുശേഷം നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക എന്നുള്ള ആ ഒരു വലിയ ടാസ്ക് കേട്ടോ. അതിന് ഞാൻ സാധാരണ ഡിഷ് വാഷറാണ് ഉപയോഗിക്കുന്നത്. ഒരു വട്ടം ഇതിൽ സിങ്കിലൊന്ന് കഴുകിയതിന് ശേഷം ഡിഷ് വാഷറിലോട്ട് ഇടും. അപ്പോൾ നാളെ നേരം വെളുക്കുമ്പോഴത്തേനും എല്ലാ പാത്രവും റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ഇറ്റാലിയൻ അമേരിക്കൻ ഡിഷായ ചിക്കൻ പാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. വിചാരിച്ച പോലെയല്ല, നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ റെഡ് പാസ്ത, റെഡ് സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അതായത് ഈ ടൊമാറ്റോ സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.